ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നും ചെറിയൊരു ഇഫ്താർ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ 2-3 റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മാവൊന്ന് കുഴച്ചെടുക്കണം. ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3/4 ടീസ്പൂൺ പഞ്ചസാരയും 3/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ചെറിയ ചൂടുള്ള പാലിൽ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത ശേഷം ഒരു 10 മിനിറ്റ് ഫെർമെൻ്റ് ആകാൻ വേണ്ടി വെച്ച ശേഷം മാത്രം ഇതിലേക്ക് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം ഓയിൽ യൂസ് ചെയ്താലും മതി. അതും കൂടി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ചെറിയ ചൂടുള്ള പാലും വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലും വെള്ളവും ഒരേ അളവിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അത് കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ബൗളിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതേപോലെ മാവിൻ്റെ മുകൾ ഭാഗവും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇനി ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ചിക്കൻ ഇതേപോലെ എല്ലില്ലാത്ത പീസ് വേറെ ബൗളിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളകും അല്പം മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ നോമ്പ് തുറക്കാനുള്ള ജ്യൂസായിട്ട് ചക്കക്കുരു മിൽക്ക് ഷേക്ക് അടിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പല ചാനലിലും കണ്ടത് മുതൽ ആക്കി നോക്കണമെന്ന് വിചാരിച്ചതാണ്. ഇതുവരെ ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 വിസിൽ അടിച്ചെടുക്കണം. അപ്പോൾ അത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ചെറിയ പീസാക്കിയിട്ട് നുള്ളിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വണ്ണമുള്ള ബോളാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തിയുടെ മാവിനേക്കാളും അല്പം ഒന്ന് കുറവ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബന്നാണ് വേണ്ടതെങ്കിൽ ഒരു പൂരിയുടെ ബോളിനേക്കാളും അല്പം കൂടുതൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് വണ്ണമുള്ളത് കൊണ്ട് തന്നെ ഒരു 6 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും ഓവൽ ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് നന്നായിട്ട് പൊന്തിയിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ബന്ന് നിറക്കാൻ വേണ്ടിയിട്ട് ഷവർമയുടെ മസാലയാണ് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാബേജും ക്യാപ്സിക്കവും ഒരു പകുതി തക്കാളിയും ചെറിയൊരു ഉള്ളിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ അല്പം ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിനുള്ള മയണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയ്ക്കാണ് മയണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നിന്ന് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ മാറ്റി വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പകുതി നേരിയ അരിയും ബാക്കി പകുതി ചെറുപയർ പരിപ്പും കൂടി എടുത്തിട്ട് നന്നായി കഴുകിയ ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത ശേഷം ഇതിലേക്ക് 1/2 മുറിയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല.
സാധാരണ തേങ്ങാപ്പാൽ എടുക്കുന്ന പോലെ എടുത്താൽ മതി. അപ്പോൾ അതേപോലെ 2-3 ഏലക്കായും കൂടി തോലോട് കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കഞ്ഞി റെഡിയാവും. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമ്മൾ ബന്ന് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ബന്ന് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാലിന് പകരം വേണമെങ്കിൽ മുട്ടയും എടുക്കാം. അങ്ങനെ ഓരോന്നും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾഭാഗം വേകുകയില്ല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ വീർത്ത് വരും. അങ്ങനെ ഇതിവിടെ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം അതിനുശേഷം ഇതേപോലെ നടുവിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും ഫില്ല് ചെയ്തെടുക്കാം. അപ്പം ആദ്യം ഇതിനുള്ളിലേക്ക് അല്പം മയണൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആക്കി കൊടുക്കാം. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതേപോലെ നിറച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബന്നായതുകൊണ്ട് കഴിച്ചാൽ തന്നെ വയറ് നല്ലോണം ഫിറ്റാവും. അതുകൊണ്ട് തന്നെ വേറെ കടികളൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചക്കക്കുരു വേവിച്ച ശേഷം അതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര 2 കപ്പ് പാല് കട്ടയാക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉള്ളത് കൊണ്ട് ഞാനൊരു 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്തിട്ടാണ് ഇതൊന്നുകൂടി അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം ചേർക്കാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ട് എന്നാണ് മോള് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നോമ്പുള്ളത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോഴേക്കും ഉമ്മാൻ്റെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയൊക്കെ നെയ്പ്പത്തിലും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഉമ്മ ഇവിടെ നെയ്പ്പത്തിലൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിറച്ചപ്പോൾ ബാക്കി കുറച്ച് ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സാൻഡ്വിച്ച് മേക്കർ കാണിച്ചപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാൻഡ്വിച്ച് മേക്കർ. ഇത് കെൻവുഡിൻ്റെയാണ്. ഇപ്പോൾ 2 വർഷത്തോളമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം ചെറുതായിട്ട് ഒന്ന് പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ഗ്രിൽ ടൈപ്പ് അച്ചും കൂടിയുണ്ട്. ആദ്യം ഇതിലേക്ക് ഓരോ ബ്രെഡിലും മയോണൈസ് പുരട്ടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കും. അതിന് മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കും. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് സാൻഡ്വിച്ച് ആയിക്കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള ഈ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പം നമുക്കിത് തുറന്നെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് അല്പം ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട്. ഉമ്മ ഇവിടെ കുറച്ച് തരികാച്ചതും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തരികാച്ചത് ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി. എല്ലാം ഇവിടെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. ഈ ചക്കക്കുരു വെച്ചുള്ള മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ഒരു സാൻഡ്വിച്ചും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ലോണം ഫിറ്റ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവർ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.